നമ്മൾ കഴിഞ്ഞ ദിവസം അൽഗോരിതംസിന്റെ അവിടെ നിർത്തിയിരിക്കുമായിരുന്നു അല്ലെ. കുറച്ചും കൂടെ ബാക്കിയുണ്ട് നമ്മുടെ ഷെഡ്യൂളിംഗ്, CPU ഷെഡ്യൂളിംഗ്, മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. ഓക്കെ, ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കിക്കോളൂ. മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ആക്ച്വലി ഒരു സിംഗിൾ ക്യൂ ഉണ്ടായിരുന്നു അല്ലെ. ഒരു സിംഗിൾ ക്യൂ ഉണ്ടായിരുന്നു, അവിടെ ഏതെങ്കിലും ഒരു അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് നമ്മുടെ ഐഡിയ. ഒരു റെഡി ക്യൂ, അവിടെ ഏതെങ്കിലും ഒരു അൽഗോരിതം, ഒന്നിലധികം അൽഗോരിതം ആ ക്യൂവിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പല തരത്തിലുള്ള പ്രോസസ്സുകൾ നമുക്കുണ്ടാവാം അല്ലെ. ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സ് ഉണ്ടാവാം, ചിലപ്പം ചില പ്രോസസ്സുകൾക്ക് യൂസർ ഇന്ററാക്ഷൻ ഉള്ള പ്രോസസ്സ് ഉണ്ടാവാം, ഫോർഗ്രൗണ്ട് പ്രോസസ്സ് പറയും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഉണ്ടാവാം. അതായത് നമുക്ക് യൂസറിന്റെ ഇന്ററാക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വളരെ ലോ പ്രയോറിറ്റി സ്റ്റുഡന്റ് പ്രോസസ്സ് ഉണ്ടാവാം, ബാച്ച് പ്രോസസ്സ് ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ടൈപ്സ്, അതായത് കാറ്റഗറൈസ് ചെയ്യാം പലതരത്തിലുള്ള പ്രോസസ്സ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ അൽഗോരിതം തന്നെയായിരിക്കും. ഒരു ക്യൂവിലാണ് ഇവരെല്ലാവരും ഉള്ളതെങ്കിൽ നമ്മൾ ആ ഒരേ അൽഗോരിതം തന്നെയായിരിക്കും ഇവർ ഈ പ്രോസസ്സുകൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊടുക്കുക അല്ലെ. അപ്പൊ അതൊരു നല്ല ഐഡിയ അല്ലാത്തത് കൊണ്ട് അവർ പുതിയൊരു ഐഡിയയെ കുറിച്ച് ചിന്തിച്ചു. എന്താ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരേ കാറ്റഗറിയിലുള്ള പ്രോസസ്സിനെല്ലാം ഓരോ ക്യൂ കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഐഡിയയാണ് ഈ മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം ഷെഡ്യൂളിംഗ് അൽഗോരിതം ഫോർ ഓൾ ടൈപ്സ് ഓഫ് പ്രോസസ്, അത് നല്ല ഐഡിയ അല്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ആർ ഇൻ ദ സെയിം ക്യൂ. ഓക്കെ, അപ്പം നമുക്ക് ഓരോരോ പ്രോസസ്സിനനുസരിച്ച് അവരെ വേറെ അൽഗോരിതംസ് നമുക്ക് കൊടുക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ക്യൂവിന് പ്രയോറിറ്റി എല്ലാം കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പോൾ മൾട്ടി ലെവൽ ക്യൂ എന്നാണ് അതിന് പറയുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നോക്കുക നിങ്ങൾ, ഫസ്റ്റ് ലെവൽ ഇത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഈ ടോപ്പിലായിരിക്കും, ഹൈ പ്രയോറിറ്റി. ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ക്യൂ ഏറ്റവും ബോട്ടത്തിലായിരിക്കും. ഓക്കെ, അപ്പം ഈ വെറുതെ പേര് കൊടുത്തേക്കുന്നേ ഉള്ളൂ. അതായത് OS പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട പ്രോസസ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇന്ററാക്റ്റീവ് പ്രോസസ്സിന് നെക്സ്റ്റ് ഹയർ പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, അടുത്ത റെഡി ക്യൂ 3 ഫോർഗ്രൗണ്ട് പ്രോസസ്സ്, അതായത് നമുക്ക് യൂസറുമായിട്ട് ഇന്ററാക്ഷൻ വരുന്ന തരത്തിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ഷൻ വരുന്ന രീതിക്ക് നമുക്ക് ഫോർഗ്രൗണ്ട് പ്രോസസ് കൊടുക്കാം. ഇല്ലെങ്കിൽ യൂസറുമായിട്ട് യാതൊരു ബന്ധവും, അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും, ഒരു പ്രശ്നവും ഇല്ല, അത് എപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള പ്രോസസ് നമുക്ക് ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് ഇടാം. ഇനി ഈ ഓരോ ക്യൂവിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന അൽഗോരിതം ഇന്ന അൽഗോരിതം അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് അൽഗോരിതം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ക്യൂവിൽ റൗണ്ട് റോബിൻ, രണ്ടാമത്തേതിൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, മൂന്നാമത്തേതിൽ HRRN, ലാസ്റ്റ് FCFS. അത് ഡിസൈനറുടെ ചോയ്സ് ആണ്, ഏത് അൽഗോരിതം ഏത് ക്യൂവിൽ അപ്ലൈ ചെയ്യണം. അതായത് ഏറ്റവും ഹൈ പ്രയോറിറ്റിക്ക് ഈ അൽഗോരിതമാണ് ബെറ്റർ എങ്കിൽ നമ്മൾ അത് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഫസ്റ്റ് വൺ ഹയർ പ്രയോറിറ്റി ആയതുകൊണ്ട് ഇത് ഹയർ പ്രയോറിറ്റി, ഇത് ലോവർ പ്രയോറിറ്റി. ഓക്കെ, ഇത് ഹയർ പ്രയോറിറ്റി ആയതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളിൽ ഏറ്റവും അധികം സമയം നമുക്ക് എന്ത് കിട്ടും, ഇവരെല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ക്യൂവിന് ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ പ്രശ്നമായി. അപ്പൊ അങ്ങനെ, അതായത് ഓരോ സമയം ഇവര് ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആളെത്തിയപ്പോഴത്തേക്ക് വീണ്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ് എത്തി. അപ്പൊ ഇത് ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് താഴേക്ക് ഇറങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ താഴത്തെ ക്യൂവിന് ഒരിക്കലും സർവീസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പറയും താഴത്തെ ക്യൂവിലുള്ള പ്രോസസ്സുകളെല്ലാം സ്റ്റാർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും അത് സ്റ്റാർവേഷനിലാണ്. അത് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത അവസ്ഥ എന്നല്ല, എപ്പോഴെങ്കിലും മോളത്തത് ക്യൂ ഫ്രീ ആയി കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പൊ ഈ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം വരുന്നു. ഓക്കെ, അതായത് താഴത്തെ ലോവർ പ്രയോറിറ്റിയിലുള്ള പ്രോസസ്സുകൾ ആ സ്റ്റാർവേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഇങ്ങനത്തെ ഒരു മോഡൽ, അതായത് മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് മോഡലിന് ഒരു അപ്ഡേഷൻ വരുത്തി. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ഷെഡ്യൂളിംഗ്. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഇനി ഈ സ്റ്റാർവേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ടേം ഉണ്ട്, ഏജിങ്. ഏജിങ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഏജിങ് സ്റ്റാർവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏജിങ് എന്താണ്? പ്രയോറിറ്റി ഇല്ലാത്തതിന്റെ
പ്രയോറിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഇപ്പൊ ഇവിടെ കുറെ ഒരു 2-3 പ്രോസസ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഇവരെല്ലാം അതായത് ഈ പർട്ടിക്കുലർ കേസിൽ ഈ പർട്ടിക്കുലർ ക്യൂവിൽ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സിലേക്ക് ക്യൂവിലേക്ക് അസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ക്യൂവിലോട്ട് മാറ്റം ഉണ്ടാവില്ല. ഒരിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ആയിട്ട് അവനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്യൂവിൽ തന്നെ നിന്ന് അവൻ ഫിനിഷ് ചെയ്തേ പറ്റൂ. അവന് മുന്നോട്ടോ പുറകോട്ടോ വേറെ ഒരു ക്യൂവിലും പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ അടുത്ത ഒരു മെത്തേഡ് പറഞ്ഞത്, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. ഇനി ഈ സ്റ്റാർവേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവർ പ്രപ്പോസ് ചെയ്തൊരു സൊല്യൂഷൻ ഈ ഏജിങ്. അതായത് കുറെ നേരം സ്റ്റാർവേഷൻ നിൽക്കുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് പ്രയോറിറ്റി കൂട്ടി കൊടുക്കാം അല്ലെ. അങ്ങനെ കൂട്ടി അവൻ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക്, അതായത് ആ ടൈമിനനുസരിച്ച് എത്രത്തോളം അവൻ വെയിറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അവന്റെ ഏജിങ് അല്ലെങ്കിൽ കൂടി അവൻ ഹയർ പ്രയോറിറ്റി ആയി മാറും. അങ്ങനെ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഏജിങ് എന്ന് പറയുന്നത്. അതെ, സ്റ്റാർവേഷൻ അതായത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് നെക്സ്റ്റ് വരുന്നത്, നമുക്ക് പ്രയോറിറ്റി തീരെ ഇല്ലാത്ത ആളെ നമ്മൾ ആ ടൈം എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവന്റെ പ്രയോറിറ്റി കൂട്ടി കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഏജിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏജിങ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിനെ ഏജിങ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സ് മുകളിലേക്ക് പോകണ്ടേ, മുകളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല അല്ലെ. അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് പ്രോസസ് ആണ് സ്റ്റാർവേഷൻ ഉള്ളതെങ്കിൽ, കാരണം അവൻ അടുത്ത മുകളിലത്തെ ക്യൂവിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് മുകളിലേക്ക് ക്യൂവിലേക്ക് പോയാൽ മാത്രമേ ഇല്ല ഉള്ളൂ അവൻ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഏജിങ് എന്ന് പറഞ്ഞ പരിപാടി ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പ്രപ്പോസ് ചെയ്ത അടുത്ത മെത്തേഡാണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ഷെഡ്യൂളിംഗ്. അതായത് എല്ലാ പ്രോസസ്സുകളും ആദ്യം വരുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ക്യൂവിലേക്കാണ്. ഓക്കെ, ഫസ്റ്റ് ക്യൂവിലേക്കാണ്. ആ പ്രോസസ്സ് ചെറിയ പ്രോസസ്സാണ്. അവിടെ ചിലപ്പോൾ ഒരു ടൈം ക്വാണ്ടം 3 വെച്ചിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. ആ ടൈം ക്വാണ്ടം 3 ആ പ്രോസസ്സ് തീരുവാണെങ്കിൽ അത് പുറത്തിറങ്ങി. ഓക്കെ, ഇനി എങ്ങാനും അത് ആ ടൈം ക്വാണ്ടത്തിൽ തീർന്നില്ലെങ്കിൽ അവനെ ഡിമോട്ട് ചെയ്ത് അല്ലെ താഴെ അടുത്ത ക്യൂവിലേക്ക് ആക്കും. അവിടെ ടൈം ക്വാണ്ടം കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ ഇത് ചെയ്ത് തീരാതെ അടുത്ത താഴേക്ക് വരില്ല. ഇതെന്തായാലും ഹൈ പ്രയോറിറ്റി പ്രോസസ് ആയിരിക്കും, ഹൈ പ്രയോറിറ്റി ആയിരിക്കും. ഓക്കെ, ഇത് ലോ പ്രയോറിറ്റി ആയിരിക്കും. ആദ്യം തന്നെ നിങ്ങളൊരു ചെറിയ പ്രോസസ് ആണെങ്കിൽ ഈ ക്യൂവിലേക്ക് വന്നു, അതൊരു ഹൈ പ്രയോറിറ്റി പ്രോസസ് ആയതുകൊണ്ട് അപ്പൊ തന്നെ അതിൻ്റെ അകത്തുള്ളത് 3 ടൈം ക്വാണ്ടം കൊടുത്തിട്ട് അവനെ പുറത്തിറക്കാൻ ശ്രമിക്കും. ഇനി ആ സമയം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ അവൻ തിരിച്ച് താഴേക്ക് വരും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വീണ്ടും അടുത്ത ഇനി ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടൈം ക്വാണ്ടം ഒരു 4 കിട്ടും അല്ലെ. ആ 4 തീർന്നാൽ അവന് പുറത്തിറങ്ങി പോവാം, ഇല്ലെങ്കിൽ അവൻ വീണ്ടും അടുത്ത് താഴേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ താഴേക്ക് വരുന്ന ഒരു രീതിയാണ്. അതായത് ഇതൊരു മൾട്ടി, ആദ്യം നമുക്ക് ചെറിയ പ്രോസസ്സ് വേണമെങ്കിൽ നമുക്ക് തീർത്ത് വിടാം. എങ്ങാനും അത് തീർന്നില്ലെങ്കിൽ അത് താഴേക്ക് വരും. അപ്പൊ ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല മൂവ്മെന്റ് ഉള്ളത്. നമുക്ക് ഈ ആരോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നെങ്കിലും ഇത് നമ്മൾ ചെയ്യുന്നത് ഡിമോട്ടിംഗ് ആണ് അല്ലെ. അതായത് ഒരു പ്രോസസ്സ് ഹൈ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്ന ക്യൂവിൽ നിന്ന് താഴേക്ക് ഇറക്കി വിടുന്നതാണ് ഡിമോട്ടിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ ഏജിങ്, ഇവിടെ പ്രൊമോട്ടിങ്ങും പറ്റും. അതായത് തിരിച്ച് ഇവിടുന്ന് അടുത്ത ക്യൂവിലേക്കും മുകളിലേക്ക് പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. പ്രൊമോട്ടിങ്ങും പറ്റും, ഡിമോട്ടിങ്ങും പറ്റും. ഓക്കെ, താഴേക്കും വരാം മുകളിലേക്കും വരാം. അതായത് ഇപ്പം ഏജിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ വിത്ത് ഫീഡ്ബാക്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. കാരണം എന്താ, FCFS എത്തിയെന്ന് വിചാരിക്കും, കുറെ നേരമായിട്ട് അവൻ വെയിറ്റ് ചെയ്യുക, അവന് ചാൻസ് കിട്ടുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏജിങ് എന്ന് പറയുന്ന ഒരു പോളിസി പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇവന് അടുത്ത ക്യൂവിലേക്ക് എത്തിക്കാം. അവിടെ നിന്ന് വീണ്ടും കുറെ നേരം കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നില്ലെങ്കിൽ അടുത്ത ഏജിങ് പ്രകാരം നമുക്ക് അതിനെ അടുത്ത മുകളിലത്തെ ക്യൂവിലേക്ക് എത്തിക്കാം. വീണ്ടും അവനെ ഒരു ഹൈ പ്രയോറിറ്റി ക്യൂവിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാ പ്രോസസ്സും കൂടെ നമുക്ക് ഒരു റെഡി ക്യൂവിൽ ഇടാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ പ്രോസസ്സിനെ കാറ്റഗറൈസ് ചെയ്ത് പല റെഡി ക്യൂസ് ആക്കി മാറ്റി. ഇനി എല്ലാ റെഡി ക്യൂസിലും നമുക്ക് ഇഷ്ടമുള്ള അൽഗോരിതംസ് അപ്ലൈ ചെയ്യാം. അപ്പൊ നോർമലി നമ്മുടെ ഡയഗ്രത്തിൽ ടോപ്പിൽ വരുന്നത് ഹയർ പ്രയോറിറ്റി, ലോവറിൽ വരുന്നത് ലോവർ പ്രയോറിറ്റി ആയിരിക്കും. അപ്പൊ ഹയർ പ്രയോറിറ്റി ക്യൂസ് തീർന്നാൽ മാത്രമേ തൊട്ട് താഴേക്ക് വരും. അപ്പൊ അവിടെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്റ്റാർവേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് കൊടുക്കാം. അതായത് ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിലേക്ക് പോകാനുള്ള, പ്രൊമോട്ട് ചെയ്യപ്പെടാനും ഡിമോട്ട് ചെയ്യപ്പെടാനുമുള്ള സാധ്യതയാണ് അവിടെ വരുന്നത് അല്ലെ. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സർ, ഈ കേസില് മൾട്ടി ലെവൽ ക്യൂ വിത്ത് ഫീഡ്ബാക്ക് സിസ്റ്റത്തില് ഷെഡ്യൂളിങ്ങിനകത്ത് മൾട്ടിപ്പിൾ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒരു റെഡി ക്യൂലും പോസിബിൾ ആണ്? ഒരു റെഡി ക്യൂ പോസിബിൾ അല്ല. ഒരു റെഡി ക്യൂവില് ഒറ്റ അൽഗോരിതം മാത്രമേ പോസിബിൾ ഉള്ളൂ. ഒരു റെഡി ക്യൂ ഏത് മുന്നത്തെ ആണെങ്കിലും പുറകിലത്തെ, അതായത് ഫീഡ്ബാക്ക് ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തതാണെങ്കിലും ഈ റെഡി ക്യൂവില് രണ്ട് അൽഗോരിതം പോസിബിൾ അല്ല. ഒരു സിംഗിൾ റെഡി ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ അൽഗോരിതം മാത്രമേ പോസിബിൾ ഉള്ളൂ. പക്ഷെ ഈ പല പല റെഡി ക്യൂസ് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഓരോ റെഡി ക്യൂവിലും പല പല അൽഗോരിതംസ് കൊടുക്കാം, അത് കുഴപ്പമില്ല കേട്ടോ. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നേ ഉള്ളൂ. അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല, വേറൊരു അൽഗോരിതം ഉപയോഗിക്കുന്നതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഇല്ല കേട്ടോ. അതെ അതെ അതെ, ഇത് റൗണ്ട് റോബിൻ ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ ഇപ്പൊ 2-3 കേസിലും റൗണ്ട് റോബിൻ ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. റൗണ്ട് റോബിൻ ആ 3 കൊടുത്തേക്കുന്ന ടൈം അല്ലെങ്കിൽ വേറൊരെണ്ണം ആയിരുന്നെങ്കിൽ ആ ജോബ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ താഴേക്ക് വരും. എക്സാക്ട്ലി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എസ് അടിക്കൂ, മനസ്സിലായെങ്കിൽ എസ് അടിക്കൂ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചെയ്തേക്കുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള മൊത്തം നമുക്ക് 266 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ബുക്കിന്റെ ബാക്കിലുള്ളത്. എല്ലാവർക്കും ബുക്ക് കിട്ടിയായിരുന്നോ? അഡ്മിഷൻ എടുത്തവർക്കെല്ലാം ബുക്ക് കിട്ടിയോ? ഇപ്പം എല്ലാവരുടെയും ബുക്ക് എത്തിയോ? വീട്ടിലെത്തിയോ? ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഇനി കിട്ടാത്തൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്തായാലും ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ബുക്കിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും സ്ലൈഡ്സിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഏകദേശം 266 ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ PSCയിൽ ചോദിച്ചതായിട്ട് ആ ബുക്കിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ആ 266 ഏകദേശം 40-45ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അകത്താണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം അല്ലെ? ക്വസ്റ്റ്യൻ ചെയ്യണോ? അതോ എന്താണ് നിങ്ങൾ? അതോ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല സാറേ, കോൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ അങ്ങനെയാണോ? ചെയ്യണം അല്ലേ? ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റൽ കൺഫ്യൂഷൻ അല്ല, അവർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനിപ്പോ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഞാൻ കൊടുത്തേക്കുന്നില്ലേ, 4 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ. 4 നിങ്ങളുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യന്റെ നമ്പറാണ്. അപ്പം എവിടെയെങ്കിലും കറക്ഷൻ നമ്മൾ ഈ ഇതിൽ പറയുവാണെങ്കിൽ, ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുവാണെങ്കിൽ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ അവിടെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4-5 ക്വസ്റ്റ്യനോളം പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. മൊത്തം ഇതുവരെ ഞാൻ കണ്ടതിൽ മാക്സിമം ഒരു 4-5. ഓക്കെ ഓക്കെ, സോ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. Interval between the time of submission and completion of the job is called. Time of submission and completion of the job is called. എല്ലാവരും ഓപ്ഷൻ ഡി ആണ് അല്ലെ? റെസ്ട്രിക്ഷൻ, കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ബുക്കിലും ഓപ്ഷൻ ഡി ആണല്ലോ അല്ലെ? PSCയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണല്ലോ. ഓക്കെ, സോ ഇന്റർവെൽ ബിറ്റ്വീൻ ദ സബ്മിഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ്. എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഇതെല്ലാം പഠിച്ചതാ. അപ്പൊ കൊടുക്കുന്നത് മുതൽ അവസാനം വരെ അല്ലെ, ഒരാൾ ക്ലാസ്സിലേക്ക് വരുന്നത് മുതൽ ക്ലാസ്സിൽ നിന്ന് പോകുന്ന വരെയുള്ള സമയം, ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം അല്ലെ? ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ. DBA. എന്താണ് കൺഫ്യൂഷൻ? പല ആൻസർ വരുന്നുണ്ട്. DBA.
എ ആൻഡ് ഡി. എ നമ്മുടെ കീയുടെ ആൻസർ എത്രയാ? എ ആണോ? ഓക്കെ ഓക്കെ, എല്ലാവരും നോക്കിക്കഴിഞ്ഞു? എല്ലാവരും ടൈപ്പ് ചെയ്തോട്ടെ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 63 പേരുണ്ടല്ലോ, 60 പേരുണ്ടല്ലോ. 60 പേർക്ക് ആൻസർ വരണം. നിങ്ങൾ മാറി നിൽക്കുമെന്ന് വേണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളെല്ലാം മ്യൂട്ട് ചെയ്യുക കേട്ടോ. ആരാണ്? ആ ഓക്കെ. അപ്പൊ ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. അപ്പൊ ഇവിടുത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ പ്രിയംറ്റീവ് അൽഗോരിതം. എന്തായാലും റൗണ്ട് റോബിൻ അല്ല, അല്ലെ? റൗണ്ട് റോബിൻ പ്രിയംഷൻ ഉണ്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോ അടുത്ത ആള് വന്നാലും, അല്ലെ, അവസാനം വരുന്ന ആള് പുറത്തു പോകും, അല്ലെ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അല്ലെ? അവസാനം എപ്പോ വന്നാലും, അല്ലെ, ലാസ്റ്റ് അവസാനം വരുന്ന ആൾ ആദ്യം പോകണ്ടേ? അപ്പം പ്രശ്നമാണ്, പ്രിയംഷൻ വരും, അല്ലെ? ഇത് പ്രിയംഷൻ വരും. ഓക്കെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് നോൺ പ്രിയംറ്റീവാ, ഇത് കറക്റ്റാ, കാരണം അതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് ഇത് മാത്രമാണ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വിത്ത് പ്രിയംഷൻ ഉണ്ട്, വിത്തൗട്ട് പ്രിയംഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇവര് PSC-യിൽ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോ ഓപ്ഷനേ കറക്റ്റ് ആവുള്ളൂ നമുക്ക് ഉറപ്പായത് കൊണ്ട് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അല്ലെ വിത്ത് പ്രിയംഷൻ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വിത്ത് പ്രിയംഷൻ SJF എന്ന് അങ്ങനെ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇട്ട ആള് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൽ പ്രിയംഷൻ പോസിബിൾ ആണ്. അപ്പം അങ്ങനെ പ്രിയംഷൻ ഉള്ള ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 2 ഓപ്ഷനും ലോജിക്കലി കറക്റ്റ് ആണ്. പക്ഷെ ഇതൊരു PSC എക്സാമിനേഷൻ ആയതുകൊണ്ടും ഒരു ആൻസർ ഉള്ളത് കൊണ്ടും ഏത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും? ഓപ്ഷൻ എ സെലക്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയുന്നില്ല, അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഡിസ്കഷനേ പോസിബിൾ ആവുള്ളൂ കേട്ടോ. എനിക്ക് ഇല്ലോജിക്കൽ ആയിട്ടുള്ള ആൻസർ പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ എന്ന് അടിക്കും. ഓക്കെ ആണെങ്കിൽ, മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ അത് ഓക്കെ ആണ് സാറേ, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. Dash is a technique of temporarily removing inactive programs from the memory. Okay. Inactive programs from the memory of computer system. Okay. ബാക്കി ബിയും സിയും ഡിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഷെഡ്യൂളിംഗ് ഒന്നും അല്ല. സെമാഫോർ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്ക് പ്രോസസ് സിൻക്രണൈസേഷൻ, അന്നേരം നമ്മൾ സെമാഫോർ പഠിക്കും. സ്കൂളിംഗ് മെമ്മറി കോൺസെപ്റ്റ് ആണ്, അത് ബഫറിംഗുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ? ഡാഷ് ഈസ് എ ടെക്നിക് ഓഫ് ടെമ്പററി റിമൂവിംഗ് ഇനാക്റ്റീവ് പ്രോഗ്രാംസ് ഫ്രോം മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എന്താണ്? സ്വാപ്പിംഗ് ആണ്. 6A ആണ് ആൻസർ. ഓക്കെ, അവർ തന്നിരിക്കുന്ന കീയും A ആണ്, അല്ലെ? ഓക്കെ, സ്വാപ്പിംഗ് ആണ്. സ്വാപ്പിനും സ്വാപ്പ് ഔട്ടും ആരാ ചെയ്യുന്നത്? ടെമ്പററിലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കുന്നത് ആരാ ചെയ്യുന്നത്? ഏത് ഷെഡ്യൂളാ ചെയ്യുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർവെൽ ബിറ്റ്വീൻ ദ ടൈം ഓഫ് സബ്മിഷൻ. റെപ്പിറ്റേഷൻ അതുകൊണ്ടോ? നേരത്തെ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറെ ക്വസ്റ്റ്യൻ റെപ്പിറ്റേഷൻ വരാൻ സാധ്യത ഉണ്ട്, അല്ലേ? ടൈം ഓഫ് സബ്മിഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് ജോബ് ഈസ് കോൾഡ് ടേണർ ഓൺ ടൈം, അല്ലേ? 10ാമത്തത് A ആണ്. ഓക്കെ, അടുത്തെടുക്കട്ടെ? കുഴപ്പമില്ലല്ലോ, സമയം കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നോക്കാനുള്ള. അതായത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസ്സിലിരുന്ന് നമ്മൾ ആ ഫുൾ പഴയ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടുന്നുണ്ടോ എന്ന് പറയാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ പതിവ് പോട്ടോ ക്വസ്റ്റ്യൻ വായിക്കാൻ. കാരണം പലർക്കും പല സ്പീഡാണ്. ചിലർക്ക് കാണുമ്പോൾ തന്നെ ആൻസർ വരും, ചിലർക്ക് ഒന്ന് വായിച്ച് നോക്കും. ഒരു 30 സെക്കൻഡ് ഒന്നും തരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ തരുന്നതിന്. ഓക്കെ ഫൈൻ. സോ ഇന്റർവെൽ ബിറ്റ്വീൻ ദ ടൈം ഓഫ് സബ്മിഷൻ ആൻഡ് കംപ്ലീഷൻ ഓഫ് എ ജോബ് ഈസ് ടേണർ ഓൺ ടൈം. ഓക്കെ, അടുത്ത് പറ. The technique of improving the priority of a process waiting in queue of CPU allocation is called. അല്ലെ, അതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അതായത് ടെക്നിക് ഓഫ് ഇംപ്രൂവിംഗ് ദ പ്രയോറിറ്റി ഓഫ് എ പ്രോസസ്. പ്രോസസ്സിന് ഓൾറെഡി പ്രയോറിറ്റി കുറവായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രയോറിറ്റിയെ വീണ്ടും ആ പുറമുള്ള ആളെ കിട്ടുന്ന ആ പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജിങ് എന്ന് പറയും, അല്ലെ? ഏജിങ്. സോ ആൻസർ എന്താ? ഏജിങ്.
നിങ്ങൾ ബാക്കിയൊന്നും ആലോചിക്കുക, റിവൊക്കേഷൻ, റീലൊക്കേഷൻ ഒക്കെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ കുറെ ടേംസ് ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ അതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, സ്റ്റാർവേഷൻ ഏരിയയിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് സെൻസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The scheduling policy that is most suitable for a time-shared operating system is dash. Time-shared. Option C ആണല്ലോ. Option C ആണ് correct കേട്ടോ. Option C. So, okay. 17ാമത്തെ question. Dash is the scheduler which selects processes from secondary storage for scheduling. ഇതും ഒരു ആംബിഗ്വിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡാഷ് ഈസ് എ ഷെഡ്യൂളർ വിച്ച് സെലക്ട്സ് പ്രോസസ് ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് ഫോർ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡയഗ്രാം പഠിച്ചപ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ വരുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഒന്ന് നമ്മുടെ ലോങ് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഉള്ള അല്ലെ ജോബ്സിനെ എടുത്ത് പ്രോസസ് ആക്കും. ആ ന്യൂ എന്ന് പറയുന്നത് ക്യൂ ആ സർക്കിൾ അല്ലെ, ന്യൂ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഇരുന്നത് എവിടെയായിരുന്നു? ഹാർഡ് ഡിസ്കിലായിരുന്നു അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് പ്രോസസ്സ് കൊണ്ടുവരുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ലോങ് ടേം ഷെഡ്യൂളർ. അപ്പൊ സെക്കൻഡറി ഡാഷ് ഇസ് ഷെഡ്യൂളർ വിച്ച് സെലക്ട് പ്രോസസ് ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് ഓഫ് ഷെഡ്യൂളിംഗ്. പ്രോസസ് ഷെഡ്യൂളർ അല്ല, ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ല. ഇവിടെ മീഡിയം ടേം ഷെഡ്യൂളർ, ലോങ് ടേം ഷെഡ്യൂളർ ഉണ്ട്. ആപ്റ്റ് ആൻസർ ലോങ് ടേം ഷെഡ്യൂളർ ആണ്. പക്ഷെ അവരവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ കുട്ടിക്ക് എടുത്തേക്കുന്നത് അല്ലെ. യെസ്, ഓപ്ഷൻ സി അല്ലേ? അപ്പം അവിടെ എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ മീഡിയം ടേം ഷെഡ്യൂളർ നോക്കിയാലോ നിങ്ങൾക്ക് അയാൾ ചെയ്യുന്നത് മെമ്മറിയിൽ ഇരിക്കുന്ന പ്രോസസ്സിനെ എടുത്ത് ഹാർഡ് ഡിസ്കിൽ കൊണ്ടുവെക്കുക, ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്ത് മെമ്മറി കൊണ്ടുവരിക എന്നുള്ളതാണ്. മീഡിയം ടേം ഷെഡ്യൂളർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു സെക്കൻഡറി മെമ്മറി വരുന്നുണ്ട്. അപ്പൊ രണ്ട് ആൻസർ ഉണ്ട് അല്ലെ. അവിടെ രണ്ടും ഒരു സ്വാപ്പ് ഇൻ ആൻഡ് സ്വാപ്പ് ഔട്ട്, കറക്റ്റ്. അപ്പം സ്വാപ്പിന് ഔട്ട് ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലേക്കാണ്. അപ്പൊ അവിടുന്ന് വീണ്ടും എടുത്തോണ്ട് വരുന്നത് മീഡിയം ടൈം ഷെഡ്യൂളർ തന്നെയാണ്. അപ്പം രണ്ട് ആൻസർ, അതായത് ഈ ആംബിഗ്വിറ്റി ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം ഉള്ളതിൽ ബെറ്റർ ആൻസർ ഇവിടെ ലോങ് ടേം ഷെഡ്യൂളർ. ഓക്കെ, സെക്കൻഡ് ബെറ്റർ മീഡിയം ടൈം ഷെഡ്യൂളർ. രണ്ട് ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ അവർ കൊടുത്തിരിക്കുന്നത് മീഡിയം ടൈം ഷെഡ്യൂളർ. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കളയുന്നില്ല, ഇതും വന്നേക്കാം. പക്ഷെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അതായത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്നത് ലോങ് ടേം ഷെഡ്യൂളർ ആണ്. നമ്മൾ സാധാരണ പഠിക്കുന്നത് ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ലോങ് ടേം ഷെഡ്യൂളർ ആണ്. അങ്ങനെയാ പഠിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും കറക്റ്റാണ്. മീഡിയം ടൈം ഷെഡ്യൂളർ അപ്പൊ അവർക്കത്തേക്കും മീഡിയം ടൈം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എടുക്കട്ടെ. നിങ്ങൾ ആ ബുക്കിൽ അതുപോലെ എഴുതി വെച്ചോട്ടോ. നിങ്ങളുടെ ബുക്കിലും ഇതുപോലൊക്കെ എഴുതി വെച്ചു. കാരണം പിന്നെ നമുക്ക് ഇനി ഒരു സമയമില്ല. നമ്മൾ പോയിട്ട് ഇനി അതൊന്നും എടുത്ത് പഠിക്കാം, അങ്ങനത്തെ ഒന്നും നമ്മൾ റിസർച്ച് നടത്തില്ല. നമ്മളിപ്പോ പഠിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ പ്രോസസ് സ്റ്റേറ്റ്? എല്ലാരും ഡി ആ പറയുന്നേ. ഈ എക്സിക്യൂട്ടിങ്ങും റണ്ണിങ്ങും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എക്സിക്യൂഷൻ തന്നെയല്ലേ റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ഡി പറയുന്നത് എന്താ? അപ്പൊ ഉടനെ എല്ലാരും മാറ്റി എ ആക്കി. അത് എക്ക് എന്താ ജസ്റ്റിഫിക്കേഷൻ പറയാനുള്ളത്? നമ്മുടെ ആ പടം എടുത്ത് നോക്കണോ? കുറെ വേണമെങ്കിൽ കാണിക്കാം. എന്താ റെഡി അല്ലെ, റണ്ണിങ്, ബ്ലോക്ക്, ടെർമിനേറ്റഡ്, ഇങ്ങനെയൊക്കെ അല്ലേ? റെഡി, റണ്ണിങ്, ടെർമിനേറ്റഡ്. റണ്ണിങ്ങിൽ നിന്ന് റെഡിയിലേക്ക് പോകും ഇവിടുന്ന് അല്ലെ, ന്യൂവിൽ നിന്ന് റെഡിയിലേക്ക്, റണ്ണിങ്ങിൽ നിന്ന് ബ്ലോക്കിലേക്ക്, ബ്ലോക്കിൽ നിന്ന് റെഡിയിലേക്ക്, റണ്ണിങ്ങിൽ നിന്ന് ടെർമിനേറ്റഡിലേക്ക്, ഇങ്ങനെയൊക്കെ അല്ലേ?
അപ്പം ബ്ലോക്ക്ഡ്, റെഡി, ഇത് ബ്ലോക്ക്, റെഡി, സോറി, ബ്ലോക്ക്, റെഡി, ടെർമിനേറ്റഡ്, എക്സിക്യൂട്ട്. ഇതിൽ ഏത് ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യും? ഓക്കെ, അപ്പം അത് അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ദേഷ്യമുള്ള ആരോടാ? അതായത് നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ റെഡി കൊള്ളാം, അത്യാവശ്യം ആദ്യം പ്രോസസ് അവിടെ വരുന്നു, അവിടുന്ന് റണ്ണിങ്ങിലേക്ക് പോകുന്നു, ടെർമിനേറ്റ്. ഇതിന്റെ അകത്ത് ഓട് വൺ ഔട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ബ്ലോക്ക്ഡ് ആണ് അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ 4 ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. ഇതൊരു സെൻസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇതൊരു ചുമ്മാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിന്റെ അകത്ത് അയാൾ എന്തോ ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ആൻസർ നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് റാങ്ക് കൂടുതൽ കിട്ടും അല്ലെ? ഞാൻ എഴുതുന്നത് തെറ്റാവുകയും നിങ്ങൾ എഴുതുന്നത് ശരിയാവുകയും വേണം. അപ്പം ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നത്? എന്ത് പറയും എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓഡ് വൺ ഔട്ട്, ബ്ലോക്ക്ഡ് ആണോ, റെഡി ആണോ, ടെർമിനേറ്റഡ് ആണോ? ഈ റണ്ണിങ് ടെർമിനേറ്റഡ് സെയിം ആട്ടോ അല്ല, റണ്ണിങ്ങും എക്സിക്യൂട്ടിങ്ങും. ഓക്കെ, അക്കൂട്ടത്തില് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ബ്ലോക്ക്ഡ് എന്ന് പറയാം, അല്ലാതെ ഒരു കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും അതിൻ്റെ അകത്തില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കീയും 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് കേട്ടോ. വേറെ വല്ല ഓപ്ഷൻ വരുമോ? വേറെ ഇനി ഇതിന്റെ അകത്ത് ഇല്ലാത്തൊരെണ്ണം വന്നാലേ നമുക്ക് ഫണ്ടമെന്റൽ ക്ലോസ് സ്റ്റേറ്റ് അല്ല എന്ന് പറയാൻ പറ്റും അല്ലെ? ഇനി അത് പോട്ടെ, ഇനി നമുക്ക് ആ സ്വാപ്പ് ഇൻ സ്വാപ്പ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലായിരുന്നോ? അത് വേണമെങ്കിൽ വന്നാൽ ചിലപ്പോൾ നമുക്ക് അത് പ്രിഫർ ചെയ്യും, ബ്ലോക്ക്ഡ് ഒഴിവാക്കിയിട്ട് അത്. കാരണം എന്താ, നമ്മുടെ ഗാൽവിൻ ടെക്സ്റ്റ് ബുക്കിലൊന്നും അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇത്രയും സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. അപ്പം ആ സ്വാപ്പ് ഇൻ സ്വാപ്പ് ഔട്ട്, സസ്പെൻഡ് റെഡി, സസ്പെൻഡ് റെസീവ്, അത് വേണം. അത് വന്നാൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ഒരു നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ അതായിരിക്കും അല്ലെ? അപ്പം ഇതെല്ലാം ഫണ്ടമെന്റൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതിന്റെ അകത്ത്. ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറ്റും, ഇതെല്ലാം ഉള്ളതല്ലേ? പക്ഷെ ഗാൽവിന്റെ അകത്ത് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടെനൻബാമിന്റെ അകത്ത് മറ്റേതും പറഞ്ഞിട്ടുണ്ട്, അല്ലെ പല വേറെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് മറ്റേതും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഗാൽവിൻ ആയിരിക്കും ഈ പുള്ളിക്കാരൻ റെഫർ ചെയ്തേക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അതും കൂടെ വരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആൻസർ ആ സ്വാപ്പ്, സസ്പെൻഡ് റെഡി, സസ്പെൻഡ് വെയിറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ക്ലിയർ ആണോ? അത് വേറെ ഒരു ലോജിക്കും ഇതിൻ്റെ അകത്ത് പറയാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. എസ് ഡി യു. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. എ പ്രീഎംപ്റ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജി. പ്രീഎംപ്റ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജി. എനിക്ക് ഈ ക്വസ്റ്റ്യനുകൾ കണ്ടപ്പോൾ തോന്നിയത്, നിങ്ങൾ ഈ കാരണവശാൽ, അതായത് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നാളെ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, നമ്മൾ പഠിച്ച് നിർത്തിയെടുത്തതിന്റെ മുകളിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുകയും വേണ്ട. നിങ്ങൾ ആ ഒരു ലെവലിൽ നമ്മുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അതായത് നമ്മളിപ്പോ പഠിച്ചു നിർത്തിയിരിക്കുന്ന ആ പ്രോബ്ലംസിന്റെ അല്ലെങ്കിൽ അവിടെ ആ ഏരിയയിൽ എത്തിയിട്ടില്ല, അതിന്റെ പകുതി സ്റ്റാൻഡേർഡ്. സോ അതുകൊണ്ട് അത് കടന്ന് നിങ്ങൾ പോകേണ്ട ഒരാവശ്യമില്ല. അതിനേക്കാളും വളരെ ലൈറ്റ് ആയിട്ട് വളരെ തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ചോദിച്ചത്. ഓക്കെ, സോ പ്രീഎംപ്റ്റീവ് ടൈപ്പ് ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് സ്ട്രാറ്റജി. ഏതാ പ്രീഎംപ്റ്റീവ്? ഹയസ്റ്റ് റെസ്പോൺസ് റേഷ്യോ നോൺ പ്രീഎംപ്റ്റീവ് ആണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ്. കണ്ടോ, ഇപ്പൊ അവർക്ക് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് നോൺ പ്രീഎംപ്റ്റീവ് ആണ്. നോക്ക്, കണ്ടോ കൺഫ്യൂഷൻ വരുത്തുന്നുണ്ടോ? നേരത്തെ അവരെന്താ പറഞ്ഞത്, അത് രണ്ടും ആവാം. ഇപ്പൊ എന്താ പറയുന്നത്, ഇത് നോൺ പ്രീഎംപ്റ്റീവ് ആണ്. ഓക്കെ, നൗ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ് നോൺ പ്രീഎംപ്റ്റീവ് ആണ്. ഓക്കെ, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ് പ്രീഎംപ്റ്റീവ് ആണ്. ഇത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിട്ട ആൾക്ക് വിവരമുണ്ട്, മറ്റേത് കൺഫ്യൂസ്ഡ് ആണ് അയാൾ കേട്ടോ. സോ 26ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് അല്ലെ? 26ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The method of executing 2 or more programs concurrently using the same computer describe what? മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്, പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നത് 45A ആണെന്ന് തോന്നുന്നു കേട്ടോ.
കറക്റ്റ് ചെയ്തു. 45A അല്ല, 45B ആണ് കേട്ടോ. എ അല്ല, ബി ആണ്. മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രോസസ്സർ ഉണ്ടാകണം. ഇവിടെ സെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞേക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസസ്സറെ ഉള്ളൂന്നാണ് കേട്ടോ. അപ്പൊ മൾട്ടി പ്രോഗ്രാമിംഗ് ആണ് മോർ ആപ്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് മോർ കറക്റ്റ്. കറക്റ്റ് ചെയ്തു നിങ്ങൾ അവിടെ. ഓക്കെ, 45B ആണ്. ഓക്കെ, the degree of multi-programming is controlled primarily by dash. ഇതുണ്ടോ? ഈ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് ഈസ് കൺട്രോൾഡ്, ഈ പ്രൈമർലി എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. അതിട്ട ആൾക്ക് പേരുണ്ട്. കാരണം എന്താ? പ്രൈമർലി എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലോ? അതെന്തുകൊണ്ടാ പ്രൈമർലി എന്ന് പറഞ്ഞേക്കുന്നത്? സെക്കൻഡറിലി ആയിട്ട് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ആ, ഉണ്ട് അല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു അത്. അതായത് മീഡിയം ടേം ഷെഡ്യൂൾ, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എങ്ങാനും ലോങ് ടേം ഷെഡ്യൂൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയം ടേം ഷെഡ്യൂൾ വന്നിട്ട് അവനെ എടുത്ത് പുറത്താക്കില്ലേ? അപ്പം അവൻ അതും ചെയ്യുന്നുണ്ട്. അതായത് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നുണ്ട് ആര്? മീഡിയം ടേം ഷെഡ്യൂൾ. സോ ഫസ്റ്റ് ആൻസർ ലോങ് ടേം ഷെഡ്യൂൾ തന്നെയാണ്. സെക്കൻഡ് ഓപ്ഷൻ വേണമെങ്കിൽ അടുത്ത ഒരു കൺഫ്യൂഷൻ, ലോങ് ടേം ഷെഡ്യൂൾ ഇല്ല, മീഡിയം ടേം ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മീഡിയം ടേം ഷെഡ്യൂൾ. സോ ഇവിടെ പ്രൈമർലി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്താണ് ആൻസർ? ലോങ് ടേം ഷെഡ്യൂളർ അല്ലെ? ലോങ് ടേം ഷെഡ്യൂൾ ആണ്. സോ 58C ആണ് ആൻസർ. 58C ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിയൽ ടൈം OS, ഇതൊരു ഇൻഫർമേഷൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. റിയൽ ടൈം OS, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഷെഡ്യൂളിംഗ് അൽഗോരിതം? 73. What is the answer? Real time OS. റിയൽ ടൈം OS എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആപ്റ്റ് ആൻസർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം OS എന്ന് പറഞ്ഞാൽ ടൈം ഓറിയന്റഡ്, ഡെഡ് ലൈൻ ഓറിയന്റഡ് ഒക്കെ അല്ലേ. വേറൊരു പ്രോസസ്, ഒരു ഹൈ പ്രയോറിറ്റി വന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം. നിങ്ങളത് റൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ഫുള്ള് ടൈം കോളും കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ക്യൂവിന്റെ എൻഡിൽ അല്ലെങ്കിൽ ആദ്യം മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ അങ്ങനെയല്ല നടക്കുള്ളൂ. റാൻഡം ഷെഡ്യൂൾ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മളൊരു ഡെഡ് ലൈൻ വെച്ച് ചെയ്യുമ്പോൾ മിസൈല് നമ്മൾ ഇവിടുന്ന് വിക്ഷേപിച്ചു, അവിടെ പൊട്ടിക്കേണ്ടതെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് പൊട്ടിക്കണ്ട, അവൻ തകർത്തേക്കാം. അപ്പൊ നമ്മൾ മിസൈൽ ഇടണ്ടെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അത് ഹൈ പ്രയോറിറ്റി മിസൈലേ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ റൗണ്ട് റോബിൻ ഷെഡ്യൂൾ വെച്ച് നടക്കുമോ? കാരണം എന്താ? അത് ഫുള്ള് കറങ്ങി ആ ക്യൂവില് ഏറ്റവും ആദ്യം വരണം. എന്നാൽ മാത്രമല്ല അന്നേരത്തേക്ക് അവിടെ മിസൈൽ പൊട്ടി കഴിയും അല്ലേ? അപ്പൊ അങ്ങനത്തെ നടക്കത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഇനി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞേ, കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? റിയൽ ടൈം OS അല്ലേ? ഓപ്ഷൻ സി ആണ് കേട്ടോ, പ്രീഎംപ്റ്റീവ് ആണ്. ഇതിനകത്ത് ബെറ്റർ ആൻസർ പ്രീഎംപ്റ്റീവ് ആണ്, അല്ലെങ്കിൽ ബെസ്റ്റ് ആൻസർ എന്ന് തന്നെ പറയാം, പ്രീഎംപ്റ്റീവ്. ഓക്കെ, ഫൈൻ. വീട് കുഴപ്പമില്ലല്ലോ, മുന്നോട്ട് പോയിക്കോട്ടെ. ഒരുപടി ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 74. The strategy of temporarily suspending the running process is called. ഓപ്ഷൻ സി ആണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല അല്ലെ? നമ്മൾ ടെമ്പറലി സസ്പെൻഡിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത് ഏത് പരീക്ഷയ്ക്കാണ് ചോദിച്ചത് കേട്ടോ. ഇതെല്ലാം PSC ചോദിച്ചതാണ് കേട്ടോ. സോ അത് ടെമ്പറലി സസ്പെൻഡ് ചെയ്യണമെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുത്താക്കുക അല്ലെ? അതൊക്കെ പ്രീഎംപ്ഷൻ ആണ്, വേറെ ഒന്നും മാച്ചിങ് അല്ല കേട്ടോ. ഫസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് ആഫ്റ്റർ കേട്ടോ, കറക്റ്റ്. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂൾ 74C. ഓക്കെ, അടുത്തത് പറഞ്ഞേ 77. ഈ ഏജിംഗ് ടെക്നിക്ക് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രയോറിറ്റി ആണ് ആൻസർ, ഏജിംഗ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, ഇത് പറഞ്ഞേ
A process in blocked state was waiting for some service to be completed. When that service completes, it goes to ബ്ലോക്കില്ലാത്തത് ഒറ്റ ലൈനിലേ ഉള്ളൂ. എങ്ങോട്ടാ സർവീസ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ എങ്ങോട്ടാ? റെഡി സ്റ്റേറ്റിലേക്കല്ലേ? സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ. പടം എടുത്ത് നോക്ക്, ആ സ്റ്റേറ്റ് ഡയഗ്രം എടുത്ത് നോക്ക്. റെഡി സ്റ്റേറ്റ് ആണ് കറക്റ്റ്. 82 ബി. ഓക്കെ, അടുത്തത് operating system of a computer serves as a software interface between the user and dash. Peripheral, hardware, memory, screen. ഭയങ്കര ഓപ്ഷൻ ഒക്കെയാ. സ്ക്രീൻ എന്നൊക്കെ വെച്ചാൽ അതായത് നമ്മുടെ ഫ്രണ്ടിൽ സ്ക്രീൻ ആയതുകൊണ്ട് ആ സ്ക്രീനും നമ്മൾ തമ്മിലുള്ള ഒരു ആൻസർ എന്താ? ഹാർഡ്വെയർ അല്ലെ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാം വരും കേട്ടോ. ഈ പറഞ്ഞ മെമ്മറി, സ്ക്രീന്, പെരിഫറൽസ്, അങ്ങനെ എല്ലാ സ്ക്രീൻ. പെരിഫറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പെരിഫറൽ ഡിവൈസസ് എന്ന് പറയും നമ്മൾ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് പെരിഫറൽ ഡിവൈസസ്. പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ പ്രിന്റർ, കീബോർഡ്, ഇതുമായിട്ട് കണക്ട് ആവുന്ന ഡിവൈസസ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാം വരും. ഓക്കെ, സോ 92 ബി ആണ് അല്ലേ? ഓക്കെ, എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെയാണോ അഷിത കൃഷ്ണ? എന്ത് പറ്റി അഷിത? എന്താണ്? ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ പറയണോ? അല്ല, റെഡി. നമ്മൾ ഇത് ഇങ്ങനെയല്ലേ പടം വരച്ചത്? ന്യൂ, റെഡി, റണ്ണിങ്, പിന്നെ ബ്ലോക്ക്. റണ്ണിങ്ങിൽ ഇരിക്കുന്ന ആള് ബ്ലോക്കിലേക്ക് വരും. ഇനി ബ്ലോക്ക് കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ടാ പോകുന്നത്? റണ്ണിങ്ങിലോട്ടാണോ? അല്ല, റെഡിയിലോട്ടല്ലേ? ഇത് പറഞ്ഞേ 95. How do you compare a program and a process? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ മുതൽ പഠിക്കുന്നല്ലേ. ഓപ്പറേറ്റിംഗ് പ്രോഗ്രാം ഈസ് എ പാസീവ് എൻറ്റിറ്റി ആൻഡ് പ്രോസസ് ഈസ് ആൻ ആക്റ്റീവ് എൻറ്റിറ്റി. പാസീവ് എന്ന് പറഞ്ഞാൽ അത് ഹാർഡ് ഡിസ്കിൽ ഉറങ്ങി കിടക്കുന്നതിന് അർത്ഥമുള്ളൂ. അതിന് ജീവൻ വെക്കുമ്പോഴാണ്, ഒരു പ്രോഗ്രാമിന് ജീവൻ വെക്കുമ്പോഴാണ് അത് പ്രോസസ് ആയി മാറും. ആ ഒരു സെൻസിൽ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. സോ പ്രോസസ് ഈസ് ആക്റ്റീവ്. ജീവൻ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്മറിയും ഡിവൈസസും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അലക്കേറ്റ് റിസോഴ്സ് എല്ലാം കൊടുത്ത് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് പ്രോസസ് ആയി, അല്ലെ? സോ പ്രോസസ് ഈസ് ആക്റ്റീവ്, പ്രോഗ്രാം ഈസ് പാസീവ്. സോ 95 എന്താണ്? 95 ഡി ആണ്. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് എ പ്രോസസ്, സെറ്റ് 2002 ചോദിച്ചതാണ്. ഇൻ വിച്ച് സെക്ഷൻ ഓഫ് എ പ്രോസസ് the information about arguments to program are available? നമുക്ക് 4 സെഗ്മെന്റ് അല്ലേ ഉള്ളത്. ഡാറ്റ സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, അല്ലെങ്കിൽ കോഡ് സെഗ്മെന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സെഗ്മെന്റ്, ബോത്ത് ആർ സെയിം അല്ലേ? ഡാറ്റ സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, പിന്നെ ഒരെണ്ണം ഉണ്ട് അല്ലെ, ഹീപ്പ്. ഇതിന്റെ എല്ലാത്തിന്റെയും എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഓരോ സെഗ്മെന്റിലും ഓരോ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞേ. ഹീപ്പ് സെഗ്മെന്റിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? അറിയുന്നവർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഡൈനാമിക് അലോക്കേഷൻ. ഡൈനാമിക് അലോക്കേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും റണ്ണിങ് ടൈമിൽ പുതിയ മെമ്മറീസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ MLOK, CLOK, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ട് എന്ത് സംഭവം വന്നാലും അതൊക്കെ എവിടെ വരുന്നത്? ഹീപ്പിലാണ്. ഡാറ്റ സെഗ്മെന്റിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞേ. സ്റ്റാറ്റിക്കും ഗ്ലോബൽ, ഇനിഷ്യലൈസ്ഡ് സ്റ്റാറ്റിക്കും ഗ്ലോബൽ വേരിയബിൾസ് ഒക്കെയാണ് ഈ ഡാറ്റ സെഗ്മെന്റിൽ വരുന്നത്. കോഡ് സെഗ്മെന്റിൽ നമ്മുടെ പ്രോഗ്രാം അല്ലെ, നമ്മുടെ പ്രോഗ്രാം ബൈനറി കോഡ്. ഓക്കെ, സ്റ്റാക്ക് സെഗ്മെന്റിലോ? സ്റ്റാക്ക് സെഗ്മെന്റിലാണ് നമ്മൾ പറഞ്ഞ എന്ത്
ആക്ടിവേഷൻ ലോക്കൽ വേരിയബിൾസ്. ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെ. ആക്ടിവേഷൻ റെക്കോർഡിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ഈ ലോക്കൽ വേരിയബിൾസും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഇതിന്റെ ഈ ഫംഗ്ഷൻ വേറെ ഇപ്പൊ ആക്ടിവേഷൻ ഫൺ എന്ന് പറഞ്ഞത് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറയുന്ന ഒരു ആക്ടിവേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് കേട്ടോ, സ്റ്റാക്ക്. അപ്പൊ അതിനൊരു ആക്ടിവേഷൻ മെയിൻ എന്ന് പറഞ്ഞൊരു ആക്ടിവേഷൻ ഒക്കെ ഉണ്ടാവും, അതിനകത്ത് ലോക്കൽ വേരിയബിൾ എല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ആ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ വിളിച്ചു എന്ന് വിചാരിക്കും. മെയിൻ ഫംഗ്ഷൻ നമ്മളൊരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് ഫോർമൽ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, എക്സ് വൈ. ഇവിടുന്ന് പാസ് ചെയ്യുന്നത് മേ ബി പിയും ക്യൂ ആണ്, പി ഈക്വൽ ടു 10 ക്യൂ ഈക്വൽ ടു 100 അതൊക്കെ. അപ്പൊ എക്സിലേക്ക് 10 വൈയിലേക്ക് 100 കോൾ ബൈ വാല്യൂ ആണെങ്കിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാ, ഈ ആക്ടിവേഷൻ റെക്കോർഡിൽ. ആ ആക്ടിവേഷൻ റെക്കോർഡ് എവിടെയാണ് നമ്മൾ വെക്കുന്നത്, സ്റ്റാക്ക് സെഗ്മെന്റിൽ കേട്ടോ. ഓക്കെ, സോ അതുകൊണ്ടാണ് ആൻസർ എന്ത് വരുന്നത്, in this section of the process the information about the arguments to program are available. Stack segment ആണ്. So 103 stack ആണ് ആൻസർ, 103C. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കട്ടെ? യെസ്, ഓക്കെ. ഇത് പറഞ്ഞേ 106ാമത്തെ ക്വസ്റ്റ്യൻ. 106ാമത്തെ ക്വസ്റ്റ്യൻ. Heap allocation is required for languages that ഡൈനാമിക് സ്കോപ്പ് അല്ല കേട്ടോ. ഡൈനാമിക് സ്കോപ്പ് സ്റ്റാറ്റിക് സ്കോപ്പ് നമ്മൾ പിന്നെ പഠിക്കാം. ഡൈനാമിക് സ്കോപ്പ് അല്ല അവിടുത്തെ ആൻസർ. അതിനകത്ത് ആപ്റ്റ് ആൻസർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. അതായത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെമ്മറി അലൊക്കേഷൻ. ഡൈനാമിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ വരുന്നത് എവിടെയാണ്, റൺ ടൈമിൽ നിങ്ങൾ എന്ത് അലൊക്കേഷൻ നടത്തിയാലും അതൊക്കെ വരുന്നത് ഈ പറയുന്ന ഹീപ്പ് സെഗ്മെന്റിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇവിടെ ഹീപ്പ് അലൊക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ലാംഗ്വേജ് ദാറ്റ് സപ്പോർട്ട്. ഇപ്പൊ ഈ റിക്കർഷൻ ആണ് ആൻസർ വരണ്ടിയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നടന്നാൽ സപ്പോർട്ട് റിക്കർഷൻ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ക്വസ്റ്റ്യൻ വരും. സ്റ്റാക്ക് ഇല്ലെങ്കിൽ റിക്കർഷൻ പോസിബിൾ ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഇവിടെ ഈ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ വീണ്ടും അടുത്ത ഫംഗ്ഷൻ വിളിക്കുന്നു, ആ ഫംഗ്ഷൻ വീണ്ടും അതേ ഫംഗ്ഷനെ തന്നെ വിളിക്കുന്നു അല്ലെ. അപ്പൊ ആ സ്റ്റാക്ക് ഇല്ലെങ്കിൽ ഈ റിക്കർഷൻ പോസിബിൾ അല്ല. ഓക്കെ, സ്റ്റാക്ക് സെഗ്മെന്റ് ഇല്ലെങ്കിൽ റിക്കർഷൻ പോസിബിൾ അല്ല. ഹീപ്പ് സെഗ്മെന്റ് ഇല്ലെങ്കിൽ എന്താ ഡൈനാമിക് ആയിട്ട് നമുക്കൊന്നും മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് കേട്ടോ, 106 ബി ആണ്. ഈ ഡൈനാമിക് സ്കോപ്പ് സ്റ്റാറ്റിക് സ്കോപ്പ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാം. ഇപ്പൊ നമുക്കത് തുടണ്ട കിട്ടേക്കാം, പക്ഷെ അതല്ല ഇപ്പോഴത്തെ ഇവിടെ ആൻസർ കേട്ടോ. ഓക്കെ, 106C ആണോ അവർ കൊടുത്തേക്കുന്ന ആൻസർ? അതെ ആണല്ലോ അല്ലേ. 106B ആണ്. ഓക്കെ ഫൈൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. Preemptive scheduling is the strategy of temporarily suspending a running process. Okay. Preemptive scheduling is the strategy of temporarily suspending a running process before the CPU time expires to allow starting process to run when it requests IO. None of them. Is a better answer? A ആണ് ബെറ്റർ ആൻസർ അല്ലെ. ആ CPU-ന്റെ ബേസ്റ്റ് ടൈം എക്സ്പയർ ആവുന്നതിന്, അതായത് അതിന് 100 മില്ലി സെക്കൻഡ് ആവശ്യം ഉണ്ടായിരുന്നു. ആ 100 മില്ലി സെക്കൻഡ് ആവുന്നതിന് മുന്നേ അവനെ പുറത്തു കളയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ടെമ്പറലി സസ്പെൻഡിങ് ദ റണ്ണിങ് പ്രോസസ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രീഎംപ്ഷൻ എന്ന് പറയാം കേട്ടോ. അലവിങ് ഒരു സ്റ്റാർവ് ചെയ്യുന്ന പ്രോസസ്സിനെ കൊണ്ടുവരുന്നതിനൊന്നും അല്ല നമ്മൾ എന്ത് പറയുന്നത്, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അല്ലെങ്കിൽ വെൻ ഇറ്റ് റിക്വസ്റ്റ് IO, അത് അതിന്റെ ഭാഗമായിട്ട് വരുന്നതേ ഉള്ളൂ. അത് IO റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണോ നമ്മൾ പ്രീഎംപ്ഷൻ നടത്തുന്നത്? അല്ലല്ലോ. പ്രീഎംപ്ഷന്റെ ആ ആരോ നോക്കിക്കഴിഞ്ഞാൽ റണ്ണിങ് ചെയ്യുന്നിടത്ത് ബ്ലോക്കിലേക്കല്ല, അത് എങ്ങോട്ടാ പോകുന്നത്, റെഡിയിലേക്കാണ് പോകുന്നത് അല്ലെ. പക്ഷേ ആ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ബ്ലോക്കിലേക്ക് പോയാൽ ആ സമയത്ത് വേറെ പ്രോസസ്സ് എടുത്തു കൊടുക്കും അല്ലെ. അത് നമ്മുടെ മൾട്ടി പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ നമ്മുടെ പരിപാടി എന്താ, നമ്മുടെ പ്രോസസ്സർ വെറുതെ ഇരിക്കരുത് അല്ലെ, മാക്സിമം യൂട്ടിലൈസേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് പോയാൽ ആ സമയത്ത് നമ്മുടെ ഷെഡ്യൂളർ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് എടുത്ത് അസൈൻ ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ബെറ്റർ ആൻസർ എന്താണ്?
ഇത് CPU ടൈം എക്സ്പയർസ് ഓപ്ഷൻ എ 111 എ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. ഇൻ റൗണ്ട് റോബിൻ CPU ഷെഡ്യൂളിംഗ്, round robin CPU scheduling, as the time quantum is increased, the average turnaround time dash. ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. നമ്മൾ ഈ റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിന്റെ ടൈം ക്വാണ്ടം കുറെ അധികം വലുതാക്കി കഴിഞ്ഞാൽ, അതല്ലേ ഒരു ഉദ്ദേശിക്കുന്നത്. റൗണ്ട് റോബിൻ CPU ഷെഡ്യൂളിംഗ് ടൈം ക്വാണ്ടം ഈസ് ഇൻക്രീസ്, നിങ്ങളോട് ബുക്കിൽ എഴുതി വെച്ചു കേട്ടോ. ടൈം ക്വാണ്ടം കുറെ വലുതായി കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ടൈം ക്വാണ്ടം ഭയങ്കര വലുതായി കഴിഞ്ഞാൽ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് പറയുന്നത് FCFS പോലെ വർക്ക് ചെയ്യും. കാരണം ഇത് നമ്മൾ ക്യൂലല്ലേ ഇടുന്നത്. ടൈം ക്വാണ്ടം വലിയതായിട്ട് വെച്ചേക്കുക. ക്യൂല് വരുന്നതനുസരിച്ച് ആദ്യം വരുന്ന ആളല്ലേ വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ ഇത് FCFS ആയി. ഇനി അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് ടൈം ക്വാണ്ടം ഈസ് ഇൻക്രീസ്ഡ്, അതായത് ഇപ്പൊ FCFS ആയി മാറി. അങ്ങനെയാണെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മൾ ഈ FCFSന്റെ കേസിൽ നമ്മൾ കോൺവോയ് എഫക്റ്റ് ഒക്കെ പഠിച്ചത് അല്ലെ? നമ്മൾ മറ്റേ നരേന്ദ്രമോദിയുടെ വണ്ടി വരുന്ന കാര്യമൊക്കെ പറഞ്ഞത്, ഒരു വലിയ പ്രോസസ്സ് മുന്നേ കയറി പോയി കഴിഞ്ഞാൽ ആവറേജ് വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം എല്ലാം ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ആവുന്ന കേസൊക്കെ. അപ്പൊ അത് ആരെ ഏത് ജോബ് എപ്പം വന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിരിക്കും. നമുക്ക് ഇതിന് അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ? ജനറലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഏത് ഓർഡറിൽ വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഫസ്റ്റ് കം ഫസ്റ്റ് ഉണ്ട്. വലിയ പ്രോസസ്സ് നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത് ആദ്യം തന്നെ കയറി പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ബാക്കിയുള്ളവരെല്ലാവരും വെയിറ്റ് ചെയ്യും. ചെറിയ പ്രോസസ്സെല്ലാം വെയിറ്റ് ചെയ്യും. ടേൺ അറൗണ്ട് ടൈം കൂടിപ്പോകും, വെയിറ്റിംഗ് ടൈം ഒക്കെ കൂടിപ്പോകും അല്ലെ? അപ്പൊ നമുക്കത് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. വേരീസ് ഇറഗുലർലി. ക്ലിയർ ആണെങ്കിൽ എസ് അടിക്കൂ. ഓക്കെ, അപ്പൊ 113 നമ്മുടെ ആൻസർ കീ എന്താ? 113 ഡി ആണോ? ഓക്കെ, ഫൈൻ. മേഘ മരിയം മോൻസി, പ്ലീസ് റിപ്പീറ്റ് സർ. ഓക്കെ, ഒന്നുകൂടെ പറയാം മേഘ. നമ്മുടെ റൗണ്ട് റോബിൻ ഷെഡ്യൂൾ അൽഗോരിതം ടൈം ക്വാണ്ടം നമ്മൾ സാധാരണ പഠിച്ച 2 ടൈം ക്വാണ്ടം, 3 ടൈം ക്വാണ്ടം, ഞാൻ ഒരു 100 വെച്ചു ടൈം ക്വാണ്ടം. അൾട്ടിമേറ്റ്ലി അതൊരു FCFS ആയി. കാരണം എന്താ, ആ ടൈം ക്വാണ്ടത്തിനനുസരിച്ച് വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ക്യൂലാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ. ആ രണ്ടാമത്തെ ആൾക്കും 100 ടൈം ക്വാണ്ടം കിട്ടും. അപ്പൊ ഓരോരുത്തരുടെയും പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരില്ലേ. അപ്പം അത് പുറത്ത് വെച്ചേക്കുക. റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിന്റെ ടൈം ക്വാണ്ടം നിങ്ങൾ ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ അത് FCFS പോലെ ബിഹേവ് ചെയ്യുന്നതായിരിക്കും. ഇനി FCFSൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏത് ഓർഡറിൽ വരുന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിരിക്കും. അതായത് വലിയൊരു പ്രോസസ്സ് നിങ്ങൾ ആദ്യം വന്നാൽ ആ കോൺവോയ് എഫക്ട് ഓർക്കുക. ആ പ്രോസസ്സിന് വേണ്ടി ബാക്കിയുള്ളവരെല്ലാം, നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിരുന്നു, ആ പ്രോസസ്സിന് വേണ്ടി ബാക്കി ചേർത്തവരെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും ഒക്കെ കൂടുന്നതായിട്ട് നമ്മളൊരു പ്രവൃത്തി കണ്ടായിരുന്നു അല്ലെ? അപ്പം അവർ ആ ചെറിയ പ്രോസസ്സ് ആദ്യം വന്നിരുന്നെങ്കിലോ ആ ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം ഒക്കെ ഡ്രാസ്റ്റിക്കലി കുറയുന്നുണ്ടായിരുന്നു. ഈ 2 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കുക കേട്ടോ. അപ്പൊ FCFSന്റെ കേസിൽ അത് ഏത് ഓർഡറിൽ വരുന്നു എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഒക്കെ വരിക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആൻസർ എന്ത് എഴുതിയിരിക്കുന്നത്? വേരീസ് ഇറഗുലർലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സർവീസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അക്കൗണ്ടിങ് എന്താ? അക്കൗണ്ടിങ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അക്കൗണ്ടിങ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ഉപയോഗിച്ചേക്കുന്നു അതിന്റെയൊക്കെ ആ ട്രാക്കിംഗ് ആണ്. എത്ര ഡിവൈസ്, എത്ര സെമാഫോർസ്, അതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യാത്തത് എന്താ? എന്റെ കുറച്ചും കൂടി നല്ല ആൻസർ കമ്പൈലേഷൻ അക്കൗണ്ടിങ് കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് പറയാൻ പറ്റില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പൈൽ ചെയ്യുന്നത്? ഇല്ലല്ലോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സർവീസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്താണ്? അല്ലെ? സോ അത് കമ്പൈലർ അല്ലേ ചെയ്യും. അത് നമ്മൾ വേറെ കമ്പൈലർ കിട്ടേ, C കമ്പൈലറും ജാവ കമ്പൈലറും എല്ലാം ആൻസർ അല്ലേ? ഓക്കെ, സോ 114 ആൻസർ എന്താണ്? C ആണ് അല്ലേ? ഓക്കെ, ഇന്നത്തെ ഓഡിയോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ കഴിഞ്ഞ ദിവസം ഓഡിയോ ആയിരുന്നു ബെറ്റർ? ഓഡിയോ ക്വാളിറ്റി ആണ് ചോദിക്കുന്നത്. കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ വാങ്ങി, ക്രിസ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വാങ്ങി. കഴിഞ്ഞ ദിവസത്തേക്കുള്ള ബെറ്റർ ഉണ്ടോ? കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഫാനിന്റെ നോയ്സ് വരുന്നുണ്ടോ? ഓക്കെ, ഫാനിന്റെ നോയ്സ് ഒന്നും ഇല്ല അല്ലെ? കാരണം കഴിഞ്ഞ ദിവസം ഫാൻ ഇടാതെ AC മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ഫാൻ, അപ്പൊ കഴിഞ്ഞ ദിവസത്തേക്കുള്ള ബെറ്റർ ആണ്. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ടേക്ക് ഉപയോഗിക്കാം അല്ലെ? ഓക്കെ, ഫൈൻ ഫൈൻ.
വെരി ഗുഡ്. കാരണം നമ്മളിങ്ങനെ നമ്മൾ ഒരാളുടെ സംസാരം മാത്രമല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ എത്ര നേരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹിക്കുന്നു അല്ലേ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ 117. Which of the following scheduling algorithms gives the minimum average waiting time? അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് ഈ പറയുന്ന രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അൽഗോരിതം. മിനിമം ആവറേജ് വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം ഒക്കെ തരുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് കേട്ടോ. സോ അത് നോട്ട് ചെയ്ത് വെച്ചു. ഇനിയും വരാൻ സാധ്യത ഉണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആൻസർ SJF ആണ്. ഫൈൻ. അടുത്തത് ആൻസർ എന്താ? Which combination of the following features will suffice എന്ന് പറഞ്ഞാൽ sufficient എന്നാ, sufficient to characterize an OS as a multi-programmed OS? Multi-programmed OS. എന്താണ് ആൻസർ? ABC. അതായത് അവർ ചോദിച്ചേക്കുന്നതിന് ഒരു അതിനകത്തൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതായത് സഫിഷ്യന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് നീ 3 സ്റ്റേറ്റ്മെന്റിൽ ഏത് മാത്രം മതി എന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മൾട്ടി പ്രോഗ്രാംഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് മാത്രം മതി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം ചിലപ്പം എല്ലാം കറക്റ്റാ. കൂട്ടത്തില് ബെറ്റർ ആൻസർ എന്താ? ഏതെങ്കിലും 2 എണ്ണം മതിയോ? അത് ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവോ? എ മാത്രം പോരാന്നാ തോന്നുന്നത്. കാരണം എന്താ? മോർ ദാൻ 1 പ്രോഗ്രാം മേ ബി ലോഡഡ് ഇൻ ടു മെയിൻ മെമ്മറി അറ്റ് സെയിം ടൈം ഓഫ് എക്സിക്യൂഷൻ. അറ്റ് ദ സെയിം ടൈം മെമ്മറിയിൽ ലോഡ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനെ മൾട്ടി പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മള് ഒരാള് വേറെ എന്തെങ്കിലും IOയ്ക്കോ അല്ലെങ്കിൽ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതായത് അയാള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാള് എന്തെങ്കിലും IOയ്ക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആള് അസൈൻ ചെയ്യണം. അപ്പൊ അടുത്തത് എന്തായാലും വേണം അല്ലെ? അത് മാത്രം മതിയോ? മോർ ദാൻ 1 പ്രോഗ്രാം ഈസ് ലോഡഡ് ഇൻ ടു മെയിൻ മെമ്മറി. അടുത്ത ബിയും സിയിൽ ഏതാ കുറച്ച് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്? പ്രോഗ്രാം വെയിറ്റ്സ്. If a program waits for certain events such as IO, another program is immediately scheduled for execution. അടുത്ത നോക്കിക്കേ. അടുത്ത ഓപ്ഷൻ എന്താ? If the execution of a program terminates, അതായത് ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത ആളെ കൊണ്ടുവരുന്നു. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്താൽ അടുത്ത ആളെ കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ ഇഫ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ടെർമിനേറ്റ്സ് another program is immediately scheduled. അതിപ്പം ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അടുത്ത ആള് വരുന്നതെന്നുള്ളതിന് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ അല്ലെ? ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അടുത്ത പ്രോഗ്രാം കൊണ്ടുവരും. കുറെ അധികം പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് അഖില പറയുന്നത്? ഇൻ സി പ്രോഗ്രാം ടെർമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. സോ ഓപ്ഷൻ ഏതാണ് പറയുന്നത്? ഓപ്ഷൻ ബി ഈസ് ബെറ്റർ എന്നാ പറയുന്നത് അല്ലെ? ഓക്കെ, ഓപ്ഷൻ ബി. അതാ എനിക്കും അതാ ഫീൽ ചെയ്തത്. ഓപ്ഷൻ ബി ആണ് കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വേറെ അതിന്റെ അകത്ത് കോൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്തു വെച്ചിരിക്കുന്നു. നോട്ട് ഓൺലി ടെർമിനേഷൻ റിസൾട്ട്സ് ഇൻ ഷെഡ്യൂളിംഗ്. കറക്റ്റ്. സോ ഇതിന്റെ അകത്ത് എയും ബി ആണ് എനിക്ക് ആപ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അവർ കൊടുത്തേക്കുന്ന കീയില് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 130 നിങ്ങൾ നോക്കുക, ആൻസർ ഓപ്ഷൻ സി ആണ്. പക്ഷേ ഓപ്ഷൻ ബി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓപ്ഷൻ ബി ആണോ സി? സാർ അതില് ഓപ്ഷൻ സി പറയുമ്പോഴേ കൂടുതൽ അതില് പ്രോഗ്രാം ടെർമിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
ആ അപ്പൊ പക്ഷെ ടെർമിനേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ മാത്രല്ലല്ലോ വരണേ. അല്ല, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണെന്ന് അതാണ് എനിക്ക് തോന്നിയത്. അതെ അതെ അതെ, ഓപ്ഷൻ ബി ആണെന്നാ എനിക്കും ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ ഓപ്ഷൻ ബി ആണോ വേറെ എന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാലിഡ് ജസ്റ്റിഫിക്കേഷൻ തരാനുണ്ടോ? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, രഞ്ജിത എന്താ പറയുന്നത്? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് CPU ഈസ് ആപ്റ്റ് ഫോർ ഓപ്ഷൻ സി. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു രഞ്ജിത? ജസ്റ്റിഫിക്കേഷൻ എന്താ? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് CPU ടെർമിനേഷൻ കഴിയുമ്പോൾ അടുത്ത ആൾ കൊണ്ടുവരുന്നതാണോ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ IO പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ എഫക്റ്റീവ് CPU ഐഡിയലായിട്ടിരിക്കില്ലേ അവിടെ? ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ ന്യായമായിട്ട് വരണമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, സോ നമ്മൾ എന്താ അത് കൺക്ലൂഡ് ചെയ്യട്ടെ? ഓപ്ഷൻ ബി കൺക്ലൂഡ് ചെയ്യട്ടെ? നിങ്ങൾ എന്തോ വേറെ എന്തെങ്കിലും ആൻസർ ജസ്റ്റിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിങ് ഓപ്ഷൻ ബി. അതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഈ കൂട്ടത്തില് ബെറ്റർ, അല്ലെങ്കിൽ ഓപ്ഷൻ എ എന്തായാലും വേണം, ബിയോ സിയോ അതാണ്, പക്ഷെ ബി ആണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എടുക്കട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാം അല്ലെ? 5 മിനിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് പറഞ്ഞേ. Which of the following scheduling algorithm is non-preemptive? കണ്ടോ, റെപ്പറ്റീഷൻ കുറെ ഉണ്ട് അല്ലേ? ഏതാ നോൺ പ്രിയംറ്റീവ്? 32. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ്. ഓക്കെ, 132 ബി ആണ്. അടുത്തേ Which of the following statement is true? അതുകൊണ്ട് ചേർത്ത് നിർത്താം കേട്ടോ. ശരിക്കും വായിച്ചിട്ട് പറയും. ഈ ബി പറയുന്നവര് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറയണം. അതായത് എന്തുകൊണ്ട് അത് ശരിയായെന്ന് പറയണം, നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ പറയണം. സി പറയുന്നത് ആദ്യത്തത്, ഓക്കെ, ആദ്യത്തത് ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആണ് അല്ലെ? ആദ്യത്തത് ട്രൂ ആവുമെന്ന് പറയുന്ന ഒരാള് അതിന് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞേ. ആദ്യത്തത് ട്രൂ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം, ഓപ്ഷൻ വിട്ടേക്ക് കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുമെന്ന് പറയുന്നതിന് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ലോങ്ങർ ടൈം ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിന് സ്റ്റാർവേഷൻ ഉണ്ടാവില്ല. അതായത് നമുക്ക് ചെറിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മളെക്കാളും ചെറുത് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് മുന്നേ അടുത്ത അതിനേക്കാളും ചെറുത് ഒന്നുകൊണ്ടേയിരിക്കുക. എന്റെ ബേസ്റ്റ് ടൈം വിചാരിക്കുക, ഞാൻ എപ്പോ നോക്കിയാലും ഈ ടൈം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും 99, 90, 80, 70, 50 ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് കിട്ടത്തേ ഇല്ല, കാരണം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അല്ലേ എപ്പോഴും. അപ്പം അത് ടൈമിനനുസരിച്ച് എന്നെക്കാളും ചെറുത് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. സോ ഇത് ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. ഓക്കെ, അടുത്തതോ? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് മേ കോസ് സ്റ്റാർവേഷൻ. അതിന് ജസ്റ്റിഫിക്കേഷൻ, അത് ട്രൂ ആന്ന് പറയുന്ന ആൾ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞേ. അത് ട്രൂ ആന്ന് പറയുന്ന ആള് ഒരു ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞേ. അതിന്റെ അൺമ്യൂട്ട് ചെയ്തോളൂ. കുറെ പേര് ആൻസർ പറഞ്ഞില്ലേ? അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയുന്ന ആള് അതിന് ജസ്റ്റിഫിക്കേഷൻ പറയും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? സർ, പ്രയോറിറ്റി ഷെഡ്യൂളിംഗിന്റെ കേസിൽ ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ ലോവർ പ്രയോറിറ്റി പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്യും. അതെ, അതായത് പ്രീഎംപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എപ്പോ ചെയ്യാനായിട്ട് കയറിയാലും വേറൊരാൾ വന്നിട്ട് എന്നെ പുറത്താക്കി വന്നിട്ട് വേറെ, അത് പ്രയോറിറ്റി ആവാം അല്ലെങ്കിൽ SJF ആവാം, എന്താണെങ്കിലും, അതായത് എന്ത് അൽഗോരിതം വന്നിട്ടും പ്രീഎംപ്റ്റീവ് അൽഗോരിതം ഞാൻ എപ്പോ അങ്ങോട്ട് കയറുമ്പോഴും ആ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞില്ലേ, ആ ക്രൈറ്റീരിയ എന്നെക്കാളും ബെറ്റർ ക്രൈറ്റീരിയ ഉള്ള ആള് അല്ലെങ്കിൽ പ്രയോറിറ്റി ആവും അല്ലെ? എന്നെക്കാളും ചെറിയ ജോബ് ആവും,
അല്ലെങ്കിൽ റെസ്പോൺസ് റേഷ്യോ പ്രിയംറ്റീവ് ഉണ്ട്. അപ്പം പ്രിയംറ്റീവ് അൽഗോരിതത്തിൽ ആ ക്രൈറ്റീരിയ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ കയറാൻ ശ്രമിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കയറി ജസ്റ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് അയാൾ വന്ന് എന്നെ പുറത്താക്കി അല്ലെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്റ്റാർവേഷൻ എനിക്ക് സംഭവിക്കാം. ഇത് ട്രൂ ആണ്. അടുത്തത് റൗണ്ട് റോബിൻ ബെറ്റർ ദാൻ FCFS ഇൻ ടേംസ് ഓഫ് റെസ്പോൺസ് ടൈം. അത് പറഞ്ഞേ, അത് ട്രൂ ആണെന്ന് പറയുന്ന ആൾ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ബാക്കി ഏത് അൽഗോരിതത്തിനേക്കാളും റെസ്പോൺസ് ടൈമില് ബെറ്റർ ആണ്. ബെറ്റർ ആണ്. CFS എന്തുകൊണ്ടാണ്? മാത്രല്ല, അതിൽ ടൈം ക്വാണ്ടം വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോ എപ്പോ എടുക്കുമ്പോഴും റെസ്പോൺസ് ടൈം ബെറ്റർ ആണ്. വരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം കൊണ്ട് 2 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ടൈം, വലിയ ടൈം കൊണ്ട് കൊടുത്തത് FCFS ആയി മാറുന്നു. അപ്പൊ നമ്മൾ ചെറിയ ടൈം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് കൊടുത്തിട്ട് ആദ്യം എപ്പോൾ എനിക്ക് റെസ്പോൺസ് കിട്ടി മൈനസ് അറൈവൽ ടൈം അല്ലെ. അപ്പൊ എപ്പോഴും എന്തായാലും ആ ചെറിയ ടൈം കൊണ്ട് പിന്നീട് എനിക്ക് പെട്ടെന്ന് ചാൻസ് കിട്ടും അല്ലെ. ഒരാൾ മൊത്തം ചെയ്ത് തീർക്കാൻ വരെയുള്ളതൊന്നും വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ. 2 ടൈം കൊണ്ട് 5ാമതാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്ക് എന്തായാലും 5 അല്ലെങ്കിൽ ആദ്യത്തെ 4 പേരുടെ കഴിയുമ്പോഴത്തേക്ക് 4 × 2 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചാൻസ് കിട്ടത്തില്ലേ. അപ്പൊ തന്നെ എനിക്ക് റെസ്പോൺസ് ടൈം വരില്ലേ. അപ്പം പെട്ടെന്ന് ആ ടൈം കൊണ്ട് മാറി എന്റെ അടുത്തോട്ട് വരുന്നതുകൊണ്ട് റെസ്പോൺസ് ടൈം എപ്പോഴും ബെറ്റർ ആർക്കായിരിക്കും? അല്ലെ. അപ്പൊ അത് ട്രൂ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഈ 35 കീ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അവിടെ ഓപ്ഷൻ ഡി ആണ്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചെയ്യാം. നിങ്ങൾ നോക്കിയിട്ട് വരിക. ബാക്കിയൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാം. നാളെ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. പ്രോസസ്സിംഗ് മെസ്സേജ് തുടങ്ങാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ലല്ലോ, ശരി. ഓക്കെ, ചോദിച്ചോ. സർ 73-ല് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോസ്റ്റ് സ്യൂട്ടബിൾ ഷെഡ്യൂളിംഗ് സ്കീം പ്രിഎംപ്റ്റീവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രിഎംപ്റ്റീവ് അങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ? വേറെ ഓപ്ഷൻ എന്താ വരാൻ സാധ്യതയുള്ളത്? അൽഗോരിതത്തില് നമുക്ക് എന്തായാലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രയോറിറ്റി വരുന്നത് ഷോർട്ടസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ സഫർ ചെയ്യത്തില്ലേ. ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് പറ്റില്ല, അതൊന്നും പറ്റില്ല. അത് മാത്രമേ പറ്റൂ. പ്രയോറിറ്റി പറ്റില്ല, അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആണെന്നാൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഇപ്പൊ റിയൽ ടൈമിൽ ഭയങ്കര ഹൈ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ മറ്റേ മാറി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ മിസൈലിനെ താഴെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഹൈ അതിനേക്കാളും വലിയ പ്രയോറിറ്റി കൊടുത്താൽ പോലെ. പ്രയോറിറ്റി ആയിരിക്കും അതിന്റെ അടുത്ത ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ഓക്കെ ആണോ? ആരൊക്കെ ചോദിച്ചത് ഓക്കെ എന്ന് പറയൂ. താങ്ക് യു.